വമ്പന്മാരായ രാജസ്ഥാൻ റോയൽസിനെ പഞ്ഞിക്കിട്ട് ലീഗിലെ ആദ്യ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. തുടർച്ചയായ 6 തോൽവികൾക്ക് ശേഷം കൊൽക്കത്തയുടെ ഈഡൻ ഗാർഡൻസ് വീണ്ടും ആവേശക്കടലായി. IPL 2026 വിജയമില്ലാതെ ഉഴലുകയായിരുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റിങ്കു സിംഗിന്റെയും അനുകുൽ റോയിയുടെയും പോരാട്ടവീര്യത്തിൽ കരുത്തരായ രാജസ്ഥാൻ റോയൽസിനെ 4 വിക്കറ്റിന് തകർത്ത് സീസണിലെ തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത രാജസ്ഥാൻ റോയൽസിന് മികച്ച തുടക്കമാണ് ലഭിച്ചിരുന്നത്. യുവതാരം വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും ചേർന്ന് KKR ബൗളർമാരെ കടന്നാക്രമിച്ചു. പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 63 റൺസ് അടിച്ചു കൂട്ടിയ ഇവർ മികച്ചൊരു വലിയ സ്കോർ ലക്ഷ്യമിടുമെന്ന് തോന്നിപ്പിച്ചിരുന്നു. സൂര്യവംശി 28 പന്തിൽ 46 റൺസും ജയ്സ്വാൾ 29 പന്തിൽ 39 റൺസും നേടി പവർ പ്ലേ ഓവറുകൾ പൂർണ്ണമായും തങ്ങളുടെ വരുതിയിലാക്കി. 9ാം ഓവർ വരെ 81 റൺസ് എന്ന നിലയിൽ സുരക്ഷിതമായ നിലയിലായിരുന്നു രാജസ്ഥാൻ. പിന്നീട് സ്പിന്നർമാരുടെ കുരുക്കിൽ വീഴുന്നതാണ് നമ്മൾ കണ്ടത്. വരുൺ ചക്രവർത്തിയും സുനിൽ നരീനും കൃത്യമായി പന്തെറിഞ്ഞ് രാജസ്ഥാൻ ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കി. ക്രീസിൽ നിലയുറപ്പിച്ച ഓപ്പണർമാരെ പുറത്താക്കിയതോടെ റൺ റേറ്റ് കുറക്കുകയും വിക്കറ്റുകൾ തുടർച്ചയായി വീഴുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ 200 കടക്കുമെന്ന് കരുതിയ ഇന്നിംഗ്സ് മധ്യനിരയിലെ തകർച്ചയോടെ പതുക്കെയായി. KKRന്റെ വിജയപ്രതീക്ഷകൾ വർദ്ധിച്ചത് വരുൺ ചക്രവർത്തിയുടെ തകർപ്പൻ ബൗളിംഗ് പ്രകടനമായിരുന്നു. വെറും 14 റൺസ് മാത്രം വിട്ടുകൊടുത്ത് അദ്ദേഹം 3 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി. രാജസ്ഥാന്റെ പ്രധാന ബാറ്റർമാരായ വൈഭവ് സൂര്യവംശി, ക്യാപ്റ്റൻ റിയാൻ പരാഗ്, ധ്രുവ് ജുറൽ എന്നിവരെ വരുൺ ചക്രവർത്തി പുറത്താക്കി. മധ്യ ഓവറുകളിൽ വരുൺ വരുത്തിയ വിള്ളൽ രാജസ്ഥാന്റെ സ്കോർ ബോർഡിന്റെ താളം തെറ്റിക്കുകയായിരുന്നു. ഇന്നിംഗ്സിന്റെ അവസാന ഘട്ടത്തിൽ കാർത്തിക് ത്യാഗി നടത്തിയ ബൗളിംഗ് പ്രകടനം രാജസ്ഥാനെ ശരിക്കും നിശബ്ദമാക്കി. ഒരു ഓവറിൽ തന്നെ അദ്ദേഹം രവീന്ദ്ര ജഡേജ, സിമ്രോൺ ഹെറ്റ്മയർ, രവി ബിഷ്ണോയ് എന്നിവരെ പുറത്താക്കി. ത്യാഗിയുടെ ഈ സ്പെൽ രാജസ്ഥാൻ പ്രതീക്ഷിച്ച അവസാന ഓവറുകളിലെ വമ്പൻ അടികൾക്ക് തടയിട്ടു. ഇതോടെ രാജസ്ഥാന്റെ വാലറ്റം തകർന്നടിയുകയും സ്കോർ ബോർഡിൽ 155 ഒതുങ്ങുകയും ചെയ്തു. 156 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ കൊൽക്കത്തയുടെ തുടക്കം നിരാശാജനകമായിരുന്നു. ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ തന്നെ സീഫർട്ടിനെ ജോഫർ ആർച്ചർ ക്ലീൻ ബൗണ്ടാക്കി. തൊട്ടുപിന്നാലെ ക്യാപ്റ്റൻ അജിൻക്യ രഹാനെയും നേരിട്ട് 2ാം പന്തിൽ തന്നെ റണ്ണൊന്നും എടുക്കാതെ പുറത്തായതോടെ കൊൽക്കത്ത വലിയ പ്രതിസന്ധിയിലായി. പവർ പ്ലേ ഓവറുകളിൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടത് ഈഡൻ ഗാർഡൻസിലെ കാണികളെ നിശബ്ദനാക്കി. തുടക്കത്തിൽ ആഘാതത്തിന് ശേഷം അംഗ്രിഷ് രഘുവംശിയും കാമറൂൺ ഗ്രീനും ചേർന്ന് ഇന്നിംഗ്സ് പടുത്തുയർത്താൻ ശ്രമിച്ചു. രഘുവംശി പതുക്കെ താളം കണ്ടെത്തിയപ്പോൾ കാമറൂൺ ഗ്രീൻ 13 പന്തിൽ 27 റൺസ് അടിച്ചുകൂട്ടി സമ്മർദ്ദം കുറക്കാൻ ശ്രമിച്ചു. എന്നാൽ രവീന്ദ്ര ജഡേജയുടെ സ്പിൻ കെണിയിൽ രഘുവംശി കുടുങ്ങിയതോടെ കൊൽക്കത്ത വീണ്ടും പതറി. പവൽ 20 പന്തിൽ 23 റൺസ് നേടി അല്പം ആശ്വാസം നൽകിയെങ്കിലും ജഡേജയുടെ പന്തിൽ തന്നെ പുറത്തായത് ടീമിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. കൊൽക്കത്ത 5 വിക്കറ്റിന് 70 റൺസ് എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് ആരാധകരുടെ പ്രിയ താരം റിങ്കു സിംഗ് ക്രീസിലെത്തിയത്. തുടക്കത്തിൽ പതുക്കെ തുടങ്ങിയ റിങ്കു മത്സരം അവസാന ഓവറുകളിലേക്ക് നീങ്ങുമ്പോൾ തന്റെ വിശ്വരൂപം പുറത്തെടുത്തു. 34 പന്തിൽ 53 റൺസ് നേടിയ റിങ്കുവിന്റെ ഇന്നിംഗ്സ് 5 ഫോറുകളും 2 പടുകൂറ്റൻ സിക്സറുകളും ഉൾപ്പെട്ടിരുന്നു. തോൽവി ഉറപ്പിച്ചിരുന്നിടത്ത് നിന്ന് ടീമിനെ വിജയപ്രതീക്ഷയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത് റിങ്കുവിന്റെ മനക്കരുത്തായിരുന്നു. റിങ്കുവിന് ശക്തമായ പിന്തുണയുമായി എത്തിയ അനുകുൽ റോയ് മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. കേവലം 16 പന്തിൽ നിന്ന് 29 റൺസ് നേടിയ അനുകുൽ നിർണായകമായ ഘട്ടത്തിൽ 2 സിക്സറുകൾ പറത്തി റൺ റേറ്റ് ഉയർത്തുന്നുണ്ട്. അവസാന 2 ഓവറിൽ 21 റൺസ് വേണമെന്നിരിക്കെ അനുകുൽ നേടിയ സിക്സറും റിങ്കുവിന്റെ ബൗണ്ടറികളും കൊൽക്കത്തയെ വിജയത്തിന്റെ തൊട്ടടുത്തെത്തിച്ചു. ഇരുവരും ചേർന്ന് പുറത്തെടുത്ത ആത്മവിശ്വാസം രാജസ്ഥാൻ ബൗളർമാരെ സമ്മർദ്ദത്തിലാക്കി. അവസാന ഓവറിൽ വിജയത്തിനായി 9 റൺസ് വേണ്ടിയിരുന്ന കൊൽക്കത്തയ്ക്ക് വേണ്ടി റിങ്കു സിംഗ് വീണ്ടും രക്ഷകനായി. ഓരോ പന്തിലും ഉദ്യോഗം നിറഞ്ഞ നിമിഷങ്ങൾക്കൊടുവിൽ അവസാന ഓവറിലെ 4ാം പന്തിൽ ബൗണ്ടറി പായിച്ച്